നമ്മുടെ വീട്ടില് ഇത്രയും വേസ്റ്റ് വരുന്നുണ്ട് ഒരു ദിവസം. ചിലപ്പോ ഇതിൽ കൂടുതലും വരും. ഈ വേസ്റ്റ് ഒക്കെ മാനേജ് ചെയ്യാനായിട്ട് ഒരു പ്രോപ്പർ സൊല്യൂഷൻ വേണം. അതാണ് ഇത്. ചേച്ചി ഈ കിച്ചൺ വേസ്റ്റ് ഒക്കെ എന്താ ചെയ്യണേന്ന് എനിക്ക് കമന്റ്സും വരാറുണ്ട്. എന്തായാലും ഇനി കിച്ചണിലെ വേസ്റ്റ് എന്ത് ചെയ്യുന്ന ആലോചിച്ച് ആരും ടെൻഷൻ അടിക്കണ്ട കേട്ടാ. ആ പ്രശ്നത്തിനുള്ള പരിഹാരം കൊണ്ടാ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ എന്ത് പാർസൽ വന്നാലും ഈ ബബിൾ റാപ്പിന് വേണ്ടിയിട്ട് ഒരു തല്ലൂട്ടം ഉണ്ടാവൂട്ടാ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കിച്ചൺ വേസ്റ്റിനെ നല്ല ഗുണമുള്ള വളമായി മാറ്റുന്നതെന്ന് നോക്കിയാലോ. ഇതിലെ മെയിൻ ആയിട്ടുള്ള സാധനം ഇതാണ് ഇനാക്കുലം. പിന്നെ 3 ബക്കറ്റ്സ് ആണ് വരുന്നത്. അതിന്റെ അടപ്പുണ്ട് കേട്ടാ. അത് വേർതിരിക്കുന്നതിന്റെ ഇടയിൽ ഞങ്ങൾ രണ്ടുപേരും 2 സൈഡിലേക്ക് തെറിച്ചു പോയിട്ടാ. നംശുവിനൊന്നും പറ്റിയില്ല എന്ന് കണ്ടപ്പോ എന്റെ ചെടിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് ഞാൻ നോക്കി. അപ്പൊ നംശു ചോദിക്കി, അമ്മേ ഞാൻ വീണിട്ട് അമ്മ ചെടിയുടെ കാര്യമാണോ നോക്കണേന്ന്. അപ്പൊ നമുക്കത് സെറ്റാക്കി എടുക്കാം. ആദ്യം താഴെ വെക്കേണ്ട ട്രേ വെക്കുക, പിന്നെ ബക്കറ്റ് വെക്കുക, പിന്നെ അതിന്റെ മുകളിൽ വെക്കേണ്ട ട്രേ വെക്കുക, പിന്നെ അടുത്ത ബക്കറ്റ് വെക്കുക. അങ്ങനെ 3 ബക്കറ്റും വെച്ചതിന് ശേഷം ഏറ്റവും മുകളിലത്തെ ബക്കറ്റിന്റെ അവിടെ അടപ്പ് വെക്കുക. ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇതിന്റെ ഒപ്പം തന്നെ അവര് തരുന്നുണ്ട് കേട്ടാ. ഇനി നമുക്ക് ഇനാകുലം സെറ്റാക്കി എടുക്കാട്ടാ. ഇതാണ് 900 ഗ്രാമിന്റെ ഇനാകുലം. ഒരു ഇഷ്ടികയുടെ വലിപ്പത്തിലാണ് ഉള്ളത്. ഇത് നമുക്ക് 1 ലിറ്റർ വെള്ളത്തില് 3 മണിക്കൂർ മുക്കിയിടണം. 3 മണിക്കൂറിന് ശേഷം അതൊന്ന് മറിച്ചിട്ടിട്ട് വീണ്ടും 1 ലിറ്റർ വെള്ളം ഒഴിക്കാം. അങ്ങനെ ആ 3 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ഇനാകുലം ഇതുപോലെ ആയി കിട്ടൂട്ടാ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ ഈ ഇനാകുലം ഓരോ ബക്കറ്റിന്റെ അടിയിലും 1 ഇഞ്ച് കനത്തില് വിതറി കൊടുക്കാം നമുക്ക്. അപ്പൊ നമ്മുടെ 3 ബക്കറ്റിലും നമ്മുടെ ഇനാകുലം 1 ഇഞ്ച് കനത്തില് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമ്മുടെ സംഭവം റെഡിയാണ്. ഇനി നമുക്ക് നമ്മുടെ വേസ്റ്റ് ഒക്കെ അതിലേക്ക് ഇടാം. ഇന്നത്തെ നമ്മുടെ വേസ്റ്റില് മുട്ടത്തൊണ്ടുണ്ട്, ചോറുണ്ട്, പച്ചക്കറി ഉണ്ട്, മാങ്ങ, ചിക്കന്റെ എല്ല് വരെ ഉണ്ട് കേട്ടാ. അങ്ങനെ വേസ്റ്റ് ഒക്കെ തട്ടി കൊടുത്ത് അതൊന്ന് റെഡി ആക്കി ഇട്ടിട്ട് അതിന്റെ മുകളിൽ നമുക്ക് ഇനാകുലം വിതറി കൊടുക്കാം. ഇത്ര ഉള്ളു പരിപാടി. ഇനി നമുക്ക് അതിന്റെ അടപ്പ് കൊണ്ട് കവർ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൽ മീറ്റ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും എന്ത് വേണേലും ഇടാട്ടാ. അങ്ങനെ മുകളിലത്തെ ബക്കറ്റ് നിറഞ്ഞു കഴിയുമ്പോൾ അതെടുത്ത് താഴെ വെച്ച് പിന്നത്തെ ബക്കറ്റ് മുകളിൽ വെക്കുക. നമ്മൾ താഴേക്ക് മാറ്റി വെച്ച സംഭവം 21 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ചെടികൾക്കൊക്കെ ഇടാൻ പറ്റിയ നല്ല അടിപൊളി വളമായിട്ട് മാറും. പിന്നെ ഇതിൽ ഉറുമ്പ് കയറാതിരിക്കാൻ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ പുതു മുട്ടയിടും ചെയ്യില്ല. അപ്പൊ നമ്മൾ ആദ്യം ഇട്ട ബക്കറ്റ് 21 ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇട്ടോണ്ടിരിക്കുന്ന ബക്കറ്റാണ് ഇത്. ഒരു സ്മെല്ല് പോലും ഇല്ല കേട്ടാ. നോക്കി നമ്മൾ അന്നിട്ട വേസ്റ്റ് അടിപൊളി വളമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഇനി ഇത് നമുക്ക് നമ്മുടെ പച്ചക്കറി കൃഷിക്കോ അല്ലെങ്കിൽ നമ്മുടെ ചെടികൾക്കൊക്കെ വളമായിട്ട് ഇട്ട് കൊടുക്കാട്ടാ. ഇതുകൊണ്ട് രണ്ടുണ്ട് കാര്യം. നമ്മുടെ ചെടിക്ക് ഇടാനുള്ള വളവും കിട്ടും, കിച്ചൺ വേസ്റ്റ് എല്ലാം എന്ത് ചെയ്യുന്നുള്ള ടെൻഷനും വേണ്ട. വളം വാങ്ങാറുള്ള പൈസ നമുക്ക് ലാഭം. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സംഭവം അല്ലേ? എന്തായാലും അവരെ നമ്പറും വെബ്സൈറ്റും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ കൊടുക്കാം. കോൺടാക്ട് ചെയ്തോട്ടാ.